ഹലോ, നമ്മള് അതിർത്തി പ്രശ്നത്തില്ല മക്കളെ. പറ്റത്തില്ല, ഇപ്പൊ അവിടെ നിൽക്കാനേ പറ്റൂ. അയ്യോ, അതിർത്തി പൊട്ടി, അതിർത്തി പൊട്ടി. നമ്മൾ വലിയ അതിർത്തി പ്രശ്നത്തിലാകുമ്പോ മനസ്സിലായില്ലേ? അതെ, അമ്മയ്ക്ക് അച്ഛനെ കണ്ടുകൂടാ. അതെ, അച്ഛൻ അമ്മയും. അതെ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ആണ് ട്രൂത്ത് ഓർ ലൈ ഗിഫ്റ്റ് ചലഞ്ച്. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രൂത്ത് ഓർ ലൈ തിങ്സ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്, ഫുഡ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു ട്രൂത്ത് ഓർ ലൈ ഗിഫ്റ്റ് ചലഞ്ച്. യെസ്. എന്നാ ഗിഫ്റ്റ് എന്നാ ഈ ചെറുക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ഗിഫ്റ്റും നമ്മൾ ഒപ്പോണന്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവരത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം. ട്രൂത്ത് ആണോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ലൈ ആണോ എന്ന്. നമ്മൾ യൂണിസെക്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് എനിക്ക് മൃദുലേക്ക് ഉപയോഗിക്കാം. അപ്പം ഈ പ്രോഡക്റ്റ് അവളത് കറക്റ്റ് അല്ല ഗസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സത്യമായിട്ടുള്ള ട്രൂത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എടുത്തത്, പക്ഷെ അവൾ ലൈ പറഞ്ഞു. അപ്പൊ ആ പ്രോഡക്റ്റ് എനിക്ക് സ്വന്തം. മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ റൂൾസ് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ വലിയ ചർച്ചയിലാണോ? അയ്യോ അയ്യോ, നിങ്ങൾ പറയൂ. റൂൾസ് ഒക്കെ മനസ്സിലായിട്ടെ. അമ്പൂട്ടനെ അങ്ങോട്ട് പാർസൽ ചെയ്ത് അല്ല, വേറെ ഒന്നും ഇല്ല ഗൈസ്. ഇപ്പൊ ട്രൂത്ത് ഓർ ലൈ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു, അത് മൃദുല ട്രൂത്ത് ആയിട്ട് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ അത് മൃദുലയ്ക്ക് സ്വന്തം. യൂണിസെക്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ എനിക്ക് കൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ മാക്സിമം അത് അവളെ കൊണ്ട് ഇത്രയും നാൾ അങ്ങനെയല്ല വാങ്ങിയേ. ഞാൻ ഏട്ടനുള്ളത് ഏട്ടൻ എനിക്കുള്ളത്. ഇതങ്ങനല്ല. മാക്സിമം ഏട്ടൻ പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കും, എന്നാലും ആ ഗിഫ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതെ അതെ. അപ്പൊ ഗിഫ്റ്റ് ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കുറെ ആയിട്ട് ചെയ്യുന്നു. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമാണ്. നമ്മൾ എന്ത് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറാണ്. അപ്പൊ എന്തായാലും നോക്കാം ഗൈസ്, എന്തൊക്കെ ഐറ്റം ആണ് മൃദുല വാങ്ങിച്ചിരിക്കുന്നത്. ഞാനും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മൊത്തം 5 റൗണ്ടാണ്. പക്ഷെ ഞാൻ 6 സാധനങ്ങൾ വാങ്ങി കേട്ടോ. ഞാനും ഒരു 6-7 സാധനം വാങ്ങി. എങ്ങനെയാണ് അത് കൊടുത്ത് തീർക്കും. മാക്സിമം അത് സ്വന്തമാക്കാൻ നോക്കും. അവർക്ക് കൊടുക്കത്തില്ല നമ്മള്. ഫസ്റ്റ് മൃദുല തന്നെ എടുത്തോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ? ഓക്കേ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അയൺ ബോക്സ് ആണ്. അയൺ ബോക്സോ? യെസ്. എങ്ങനെ, പൊട്ടിച്ചേക്കാണോ പാക്കറ്റിലാണോ? പാക്കറ്റിലാണ്. നമുക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിന് എത്ര വരെ ആകാം? അങ്ങനൊന്നുമില്ല. ഈ വട്ടം ഗിഫ്റ്റ് ചലഞ്ച് അല്ലേ, അപ്പൊ മാക്സിമം നമ്മൾ സ്വന്തമാകാൻ നോക്കുക. അതുകൊണ്ട് ഒരു കൺസിഡറേഷൻ. എന്നാലും ഒരു പരിധിയുണ്ട്. നമുക്ക് തന്നെ ടൈം ഉണ്ടല്ലോ. ആ ടൈം അതിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, താങ്കൾക്ക് ചോദിക്കാം. ബോക്സിന് വെളിയല്ലേ? അല്ല, ഞാൻ ബോക്സിന് വേണ്ടി എടുത്തിട്ടില്ല. ഓക്കെ. എത്ര രൂപയായി? ഫസ്റ്റ് അതാണ് അറിയേണ്ടത്. ഇത് 2800. കളറ് ബ്ലാക്ക് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ എടുത്തോട്ടെ. എടുത്തു. അത് ബ്ലാക്ക് ഉണ്ട്, പിന്നെ അത് കുറച്ച് ഓറഞ്ച് ഉണ്ട്, മിക്സ് ആണ്. കമ്പനി ജസ്റ്റ് കൊറാസ്ക. അയ്യോ സത്യമാണ്, ജസ്റ്റ് കൊറാസ്ക. ഇത് അത്ര ബ്രാൻഡഡ് ഒന്നും അല്ല. എത്ര രൂപ എന്നാ പറഞ്ഞേ? ഇത് 2000 സംതിങ്. 2000. അത് ഈ വിലയില്ലേ? വില ബോക്സിലാണ്. ഞാൻ ഓർക്കുന്നില്ലടേ, എല്ലാം കൂടി വാങ്ങിച്ചുകൊണ്ട് 2500 സംതിങ് ആണ്. തേപ്പൂട്ടിയുടെ ഷേപ്പ് എന്തുവാ? തേപ്പോട്ടിയുടെ ഷേപ്പ് താണ്ടി നമ്മളെ പിടിക്കുന്ന പിടിയുണ്ട്. അതല്ല, തേക്കുന്ന ഇതിന്റെ ഷേപ്പ്. നമ്മളൊരു പിടി ഉണ്ടല്ലോ എല്ലാത്തിലും പോലെ പിടി. പിടി ആ തേക്കുന്ന സാധനത്തിന്റെ ഷേപ്പ്, അയണിന്റെ ആ ഇത് വരുന്ന റോഡ് വരുന്നതിന്റെ ഷേപ്പ്. നമ്മളൊരു റാ പോലത്തെ സംഭവം. റായോ? എടാ, തേപ്പോട്ടിക്ക് എങ്ങനെ പിടി വരുന്നേ? കൈ ഇങ്ങനെ പിടിക്കാമല്ലോ. എടാ, പിടിയല്ല ഞാൻ ചോദിക്കുന്നേ, പ്രസ്സിൽ വെച്ച് തേക്കുന്ന ആ സാധനത്തിന്റെ ഷേപ്പ്. ഇതൊരു കുറച്ച് വ്യത്യസ്തമാണ്. ഇങ്ങനെ ഒരു നമ്മുടെ തേപ്പോട്ടിയൊക്കെ ഇല്ലേ, ലൈക്ക് നമ്മുടെ സോപ്പ് പൊട്ടിയൊക്കെ ഇല്ലേ, ആ ഒരു ചതുരം മീൻസ് അങ്ങനെ ചതുരമല്ല, ചെറിയൊരു കോണിപ്പുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം. നിങ്ങളുടെ മാത്സ് ടീച്ചർ ത്രികോണം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എടാ, എനിക്ക് അങ്ങനെ ഷേപ്പ് പറയാൻ അറിയത്തില്ല. ഓക്കെ, ശരി. ബ്ലാക്ക് എന്നല്ലേ കളർ പറഞ്ഞേ? അല്ല, ബ്ലാക്ക് ഓറഞ്ച് കളറും ബ്ലാക്കും മിക്സ് ആണ്. ഏത് കമ്പനി ആയിരുന്നു? ജസ്റ്റ് കൊറാസ്ക. ഓക്കെ. ചെറുതായിട്ടുണ്ട്. ഇടിച്ചേത വെച്ച് ഇടിക്കണം. തേക്കുന്ന ഭാഗം വെച്ച് തറയിൽ തട്ടണം. ഓക്കെ. തേക്കുന്ന തുമ്പ്, തേക്കുന്ന ചുനുപ്പോ? ചുനുപ്പ്. ശരി, നമ്മൾ കൈ ഇങ്ങനെ പിടിക്കത്തില്ലേ, ആ പിടിക്കുന്ന സാധനം വെച്ച്. ഓക്കെ. അതായത് നേരെ കമത്തി. നീ ഇത് കൈ വെച്ചിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ. അയ്യോ അല്ലല്ല, ഞാൻ പ്രോഡക്റ്റ് വെച്ചിടിക്കുന്നേ. ഓക്കെ. ഇനി തേപ്പൂട്ടിക്ക് ഒരു വള്ളി ഉണ്ടല്ലോ, നമ്മള് കരണ്ടി കുത്തുന്ന വള്ളി, അതോ ബാറ്ററി തേപ്പൂട്ടിയാണോ? ബാറ്ററി തേപ്പൂട്ടി ഉണ്ടോ മൊണ്ണേ ഏതെങ്കിലും സ്ഥലത്ത്? അപ്പൊ വള്ളി എടുക്ക. ഒരു മിനിറ്റ്. വള്ളി ഇത് കണക്റ്റഡ് ആണ്. കണക്റ്റഡ് അല്ലേ? അല്ലടാ, ഇത് കണക്റ്റഡാ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പഴയ തേപ്പൂട്ടി കണക്കത്തെ അല്ല ഇത്. ഇപ്പോഴത്തെ പുതിയ മോഡലാ. ഇപ്പോഴത്തെ തേപ്പൂട്ടിയൊക്കെ വ്യത്യസ്തമല്ലേ.
അപ്പൊ തേപ്പൂട്ടിയുടെ കൂടെ അല്ല വള്ളി കുത്തുന്ന കറണ്ട് കുത്തുന്ന വള്ളി വരുന്നത്. ഇപ്പൊ മറ്റേ പോർട്ടബിൾ അല്ലേ, മറ്റേ USB പോലത്തെ, മീൻസ് ബ്ലൂടൂത്ത് വഴി കണക്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തല്ല. പിന്നെ എടാ മൊണ്ണെ, നമ്മളാ തേപ്പൂട്ടിയുടെ ബാക്കിൽ കുത്തുന്ന സാധനല്ലേ എടാ, ഇങ്ങനെ കുത്തിയിട്ടല്ലേ കറണ്ടി കുത്തുന്നേ. ഒരു വള്ളി തേപ്പൂട്ടിയുടെ മൂട്ടിലോട്ട് കുത്തത്തില്ലേ? തേപ്പൂട്ടിയുടെ മൂട്ടിലൊന്നും വള്ളി കുത്തത്തില്ല, തേപ്പൂടെ മൂട്ടിന്ന വള്ളി വരുന്നേ. എടാ അത് കണക്റ്റഡ് ആണ്, അത് ഊരി വെക്കാൻ പറ്റുന്നതുണ്ട്. ഓ അതിന്റെ വള്ളി കാണിച്ച പോലെ. വള്ളി കാണിക്കണ്ട, ആ വള്ളിയുടെ കറണ്ടി കുത്തുന്ന പ്ലഗ് ഉണ്ടല്ലോ, ആ 3 പോർട്ടുള്ള, അത് ഇങ്ങനെ തറയിൽ തട്ടിക്കേ. ആ വള്ളിക്ക് എത്ര നീളം വരും? വള്ളിക്ക് എൻ്റെ കൈ ഇങ്ങനെ വിരിച്ചാൽ അത് കറക്റ്റ് അത്ര ഉണ്ട്, നല്ല സൈസ് ഉണ്ട്. എനിക്ക് നേരത്തെ മനസ്സിലായി, ഞാൻ ഇച്ചിരി വട്ടം കറക്കിയത്. ഞാൻ പറയട്ടെ, കഴിഞ്ഞു എന്റെ ഓപ്ഷൻസ്. തേപ്പൂട്ടിയുടെ ഷേപ്പ് അറിയാത്ത ആദ്യത്തെ ലോകത്തെ പൊട്ടൻ. ഉറപ്പിച്ചല്ലേ ലൈ ആണെന്ന്? ലയ്യ ചതുരത്തിലുള്ള തേപ്പൂട്ടി ഒന്നും ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പഴെങ്ങാണ് ഇറങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല. മൊണ്ണേട്ടോ തന്നിറങ്ങി. എടാ ഞാൻ നിനക്ക് അത് എന്റെ കയ്യിൽ നിന്ന് മൊത്തവും പോയി. അത് ഞാൻ ചിന്തിച്ചില്ലടാ, എനിക്ക് അത്ര പോലെ. കാരണം ഈ വള്ളിയുടെ കേസേ, അതെ, വല്ലപ്പോഴും തേപ്പൂട്ടി വെച്ച് വള്ളി എടുത്ത് കൈ വെക്കണമായിരുന്നു കൈസ്. ആക്ച്വലി എനിക്ക് അവിടാണ് സാധനം പോയത്. ഞാൻ ഒരുപാട് ഉരുണ്ട് കളിച്ചില്ലേ, എനിക്ക് കഷ്ടം തോന്നിയേട്ടാ, പാവ കഷ്ടം തോന്നി. പക്ഷെ അടിപൊളി സാധനം കേട്ടോ. എടാ ഇത് ലൈറ്റ് ഉണ്ടോ? ഇത് സെറ്റ് സാധനം കേട്ടോ. ഇത് Bluetooth mode. ഞാൻ ബ്രാൻഡ് എന്തോ പറഞ്ഞു, ജസ്റ്റ് കോഴ്സെക്ക. നീ എന്തോ പറഞ്ഞു? അയ്യോ ഞാൻ എന്ത് തേങ്ങ എന്തോ പറഞ്ഞത്. കമ്പനി ജസ്റ്റ് കൊറാസ്ക. അയ്യോ സത്യമാണ് ജസ്റ്റ് കൊറാസ്ക. ഇത് അത്ര ബ്രാൻഡഡ് ഒന്നും അല്ല. കൊറാസ്ക എന്ന് പറഞ്ഞ ഇത് കൊറസക്ക. സാധനം കൊള്ളാം കേട്ടോ, സൂപ്പർ സാധനം. ലൈറ്റ് ഓൺ ആക്കുമ്പോ ലൈറ്റ്. വില ഒന്ന് ഗസ് ചെയ്യടി, എത്ര രൂപയ്ക്കാണോ? 2000 പറഞ്ഞ കറക്റ്റ് അല്ലായിരുന്നു? ഞാൻ പറഞ്ഞ വില കറക്റ്റ് ആയിരുന്നു. സാധനം അടിപൊളിയായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ സ്ലോ മോഷൻ എടുക്കുമ്പോഴേക്കും ആദ്യത്തെ എന്റെ ഗിഫ്റ്റ് മൃദുല സ്വന്തമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ അത്യം ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു, എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. എന്നാ ഇതാണ് തേപ്പൂട്ടിയുടെ വള്ളി. ചേട്ടാ ചേട്ടാ എടാ അതിലെ എമ്മില് പിടിച്ച് നെക്കിയതാടാ ഞാൻ. നീ ആ കൊച്ചിനെ ഉണർത്തു, കൊച്ചു ഉറക്കുവാ. കഷ്ടപ്പെട്ട് ഒരു യുദ്ധം കഴിഞ്ഞാട്ടോ ഉറങ്ങിയത്. ഇതാണ് നമ്മുടെ സാധനം. ഇതെന്തിനാ രണ്ടെണ്ണം ഒരേപോലത്തെ സാധനം? ഏതാ ഇത് ഒരേപോലത്തെ? ഗുഡ് ബൈ. ഓഫ് ചെയ്തപ്പോ എന്നാ ഗിഫ്റ്റ് പിടിച്ചോ. ഹാപ്പി, അടിപൊളി, ഹാപ്പി സോ മച്ച്. ആദ്യത്തെ ഗിഫ്റ്റ്. അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റും ആദ്യത്തെ പോയിന്റും മൃദുലയ്ക്ക് കഴിച്ചു. അപ്പൊ അടുത്തത് പോരട്ടെ. നല്ല തുടക്കം. പക്ഷെ ഞാൻ ഒരുപാട് പതറി ഉരുണ്ട് മരണ്ട്. ഞാൻ എന്തൊരു കാര്യം ഇങ്ങനെ. അടുത്ത നമ്മൾ പിടിക്കും ഒന്നും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് ഇന്നാൾക്കത്തെ ചലഞ്ചിൽ ഞാൻ സ്റ്റാർട്ടിങ് മോശമായിരുന്നു, പക്ഷെ പിന്നെ നമ്മളത് പിടിച്ച് കയറി വന്നു. അതിലാണ് കാര്യം. ഇതുണ്ടോ ഒരു ലക്ഷദ്വീപ് പോയപ്പോ നശിച്ച്. ഞാൻ കവറിൽ നിന്ന് പൊട്ടിച്ചോട്ടെ. ഞാൻ ഒന്ന് പൊട്ടിച്ചില്ലായിരുന്നു. എന്തോടി തകർത്തോ? അതെ, എന്റെ ഒരു ചീപ്പായിരുന്നു കേട്ടോ. അപ്പൊ ചീപ്പിന്റെ മൂട് ഇളകി പോയതാ. ഒരു അയ്യോ എന്തൊരു അഭിനയം, എന്തൊരു അഭിനയം. ആ അഭിനയം നിങ്ങൾ കണ്ടോ? എന്തുവാ? ഒന്നുമില്ല. ചീപ്പൊക്കെ ഇങ്ങനെ പാർട്സ് ആയിട്ടാ ഇപ്പൊ കൊണ്ടു കിടക്കുന്ന ആൾക്കാര്, മനസ്സിലായില്ലേ? ഓക്കെ ദൈവമുണ്ട്. പറ പ്രൊഡക്റ്റ് പറ, ആലോചിക്കണോ? ഞാൻ വേറെ ഒരു സാധനം എടുക്കാം. ഇത് വെച്ചിട്ട് ഞാൻ വേറെ എടുക്കാം. നിന്റെ ബ്രില്യൻസ് കൊണ്ടൊന്നല്ല, എനിക്ക് പാളിപ്പോയി. പൊട്ടിച്ചപ്പോ ഒന്ന് തെറിച്ചു പോയി. അത് എന്റെ പാളിച്ച, നിന്റെ ഗുഡ്നെസ് അല്ല. അടുത്തത് പോരട്ടെ. അതുകൊണ്ട് അഡീഷണൽ സാധനം എടുത്ത കേട്ടോ, എനിക്ക് അറിയാമായിരുന്നു. ആദ്യമേ കയ്യോടെ തിരിച്ചു വിട്ട് എടുത്തേ. എന്റെ ഒരു തടിയുടെ കപ്പുണ്ട്. തടിയുടെ കപ്പ്? യെസ്. യു മീൻ മുളയാണോ? ബാംബു മുള? അവര് പെയിന്റ് അടിച്ച് വെച്ചേക്കുന്ന മുള പോലത്തെ. എന്താണ് കളറ്?
തടിയുടെ കളർ ഒരു യെല്ലോയോ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ഒരു സ്റ്റാൻഡിന്റെ കളറാണോ വുഡിന്റെ? അതിന്റെ കുറച്ചുകൂടെ ലൈറ്റ്. അതിന് കുറച്ചുകൂടെ ലൈറ്റ്. എത്ര രൂപയായി അത്? ബില്ല് നോക്കണം. അല്ലല്ല, ഇതിനുണ്ട് 400 രൂപ, അതായത് 399 രൂപ. 400 രൂപ. ഇത് കപ്പ് നിന്ന് ഒന്ന് ഷേപ്പ് എങ്ങനെയാണ് ഇതിന്റെ? നമ്മുടെ നോർമൽ നമ്മുടെ ഗ്ലാസിന്റെ ഷേപ്പ് ആണോ? ഗ്ലാസിന്റെ ഷേപ്പാണ്. ഒരു പിടിയും പിന്നെ ഒരു കപ്പും. ഒന്ന് കൊട്ടിക്കേ. ആ പേനയുടെ ക്യാപ്പ് പോലുണ്ടല്ലോ ആ കൊട്ടൊക്കെ കേട്ടിട്ട്. ഇതോ? അത് ഫുള്ളോടെ നമ്മളൊരു ഇത് സൈസ് കാണുമല്ലോ. ഗ്ലാസ് എന്ന് പറയുമ്പോ ഒരു സൈസ് കാണുമല്ലോ. ആ ഗ്ലാസ് ഇങ്ങനൊന്ന് കൊട്ട് നേരെ. ഇതൊരു ഗ്ലാസിന്റെ ഒരു കൊട്ടുന്ന ശബ്ദമല്ല. കപ്പ്, അതായത് വുഡന്റെ കപ്പ്. അത് നമ്മളെ ചായ കുടിക്കുന്ന കപ്പല്ലേ? അതന്നെ. ഓക്കെ, ഇതൊരു ചായ കുടിക്കുന്ന കപ്പിന്റെ ശബ്ദമല്ല. നീ ശബ്ദത്തിൽ ആദ്യമേ വില. ശരി. ഓക്കെ, 400 രൂപയായി. എന്താണ് കമ്പനി? ഹോംവെൽ. കമ്പനിയൊക്കെ അടിച്ചു മാറ്റിയില്ലേ ലുലുമാളിലെ കമ്പനി? അതാവുമ്പോ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ. ഹോംവെൽ ഹോംവെൽ. ഓക്കെ ശരി. ഹോംവെല്ലിന്റെ ലോഗോ എങ്ങനെയാ? ഹോംവെല്ലിൽ ലോഗോ ഇത് സ്റ്റിക്കറിലായിട്ട് ഹോംവെൽ എന്ന് എഴുതിയേക്കുന്ന ലോഗോ ഇല്ല. കപ്പിനകത്ത് ഇങ്ങനെ ലോഗോ കൊടുക്കുന്ന ഇതാ പ്രൈസ് ടാഗിലുള്ള എഴുതിയിട്ടേ ഉള്ളൂ. ലോഗോ 400 രൂപ അല്ലേ? 399. ഒന്ന് പൊക്കിയിട്ടെ, ഫുള്ളോടൊന്ന് പൊക്കിയിട്ടെ. ഒരുപാട് ഹൈറ്റ് ഒന്നും വേണ്ട, ഒരു നോർമൽ ഹൈറ്റ് ആയിട്ടോ. ഒരു ഡൗട്ട് കൂടി ലാസ്റ്റ് ആയിട്ട്. നമ്മുടെ ഈ ഗ്ലാസ് എന്ന് പറയുമ്പോഴേ നമ്മളെ നോർമൽ കുടിക്കുന്ന അതേ ഗ്ലാസിന്റെ അതേ വലിപ്പമാണോ? അത് നമ്മളിവിടെ വീട്ടിലുള്ള അതേ ഗ്ലാസിന്റെ അതേ വലിപ്പമാണോ? കപ്പ് അതെ. അതായത് ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ്. ഷേപ്പ് അത്ര ഉണ്ടെങ്കിലും ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ്. ഗൈസ് ഇതൊരു ലൈ ആണ്, പച്ചക്കള്ളമാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അതൊരു കപ്പല്ല. എങ്ങനെ ഏട്ടൻ പറഞ്ഞു? അത് വെയിറ്റ്, ആ സൗണ്ട് ഒരിക്കലും ഇതുമായിട്ടൊരു മാച്ച് ഇല്ലാത്തൊരു സൗണ്ട്. ഇതെന്തോ ഒരു കളിപ്പാട്ടോ, എന്തോ ഒരു കുട്ടി സാധനം അത് ടേബിളിലോട്ട് വീഴുന്ന ഒരു സൗണ്ട്. ഒരിക്കലും ഗ്ലാസ്സുമായിട്ട് ഇതങ്ങോട്ട് ഇതൊരു ഗ്ലാസ് ഇല്ല. ഇത് അടിപൊളി സാധനമാണ്. നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതെ 10 minutes അതിന്റെ മേലെ ഇരിക്കുന്ന വായിച്ചു കേട്ടോ. ഐ ലവ് യു. എടാ പൊട്ടിച്ച് കൈ തന്നില്ലേ? കൈ തന്നില്ല ഞാൻ. പാളി ആദ്യമേ എനിക്ക് പാളി, ഞാൻ ടെൻഷൻ ആയി. ഈ സാധനം കൊള്ളാം കേട്ടോ. എടാ ഇത് എത്ര മിനിറ്റ് ഒന്നുണ്ടോ? എത്ര സെക്കൻഡിനുള്ളിലാണ് ഇത് സാധനം? 10 minutes അതിലെ മേലെ എഴുതിയിരിക്കുന്നത്. 10 minutes. 10 മിനിറ്റ്. ഐ ലവ് യു. 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാം കേട്ടോ. എടാ അടിപൊളി. 399 രൂപ. ഹോംവെൽ അല്ലേ? ഞാൻ കറക്റ്റ്, ബാക്കിയെല്ലാം ഞാൻ കറക്റ്റാ പറഞ്ഞത്. ആണല്ലേ? അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റ് ഞാനാണ് മുന്നിട്ട് നിൽക്കുന്നത് പ്രൈസില്. സോഡ. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാ, സീരിയസ്ലി അടിപൊളി സാധനം കേട്ടോ. ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെ പോകുമ്പോ ഇരിക്കുന്നത്. എനിക്കും ഇങ്ങനെ ഇഷ്ടം, അതിങ്ങനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അതാ ഇത്രയും നേരം ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഇഷ്ടം ഇങ്ങനെ വീഴുന്നാട്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് അല്ലേ? ഏട്ടനൊരു പോയിന്റ്, എനിക്കൊരു പോയിന്റ്. ഓക്കെ, അടുത്ത ഞാനല്ലേ? സെക്കൻഡ് റൗണ്ട്. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പേനയാണ്. പേന? യെസ്, പേന. ബ്ലാക്ക് ഓർ ബ്ലൂ? ദിസ് ഈസ് പിങ്ക് ആൻഡ് വൈറ്റ്. പിങ്ക് ആൻഡ് വൈറ്റ്. അതിൽ ഇങ്കാണ് ഞാൻ ചോദിച്ചത്, ബ്ലാക്ക് ആണോ? അത് ഞാൻ എഴുതി നോക്കിയാലേ അറിയൂ. ഓക്കെ. കമ്പനി? ഞാൻ നോക്കിയ ടാഗ് നോക്കിയതാ. കറക്റ്റ് വായിക്കണേ, ട്രോൾ ഇടുവേ. ലെഗാമി മിലാനോ. ഇത് കവറിനകത്താണോ വെളിയിലാണോ? അത് വെളിയിലാണ്. അല്ല കവറിനകത്ത് ഉണ്ട്. കവർ മീൻസ് ആ പെന്നിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പഴേ കണ്ട. ഞാൻ ടാഗ് അതല്ല, നിന്റെ കയ്യിൽ പെന്നായിട്ട് ഇരിക്കുവാണോ അതോ കവറിൽ പാക്കറ്റ് ആയിട്ട് ഇരിക്കുവാണോ? അല്ല, എന്റെ പെന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. ശരി. ക്യാപ്പ് തുറക്ക്. ഈ പെന്നിൽ ക്യാപ്പില്ല. ക്യാപ്പില്ല മാൻ. പിന്നെ എങ്ങനത്തെ പെന്നാ അത്? പിന്നെ എങ്ങനെ എഴുതും അത് വെച്ച്? ക്യാപ്പ് ഉണ്ടായാലേ എഴുതാൻ പറ്റത്തുള്ളൂ. നീ പിന്നെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നതാണോ? അല്ല. പിന്നെ അതിന്റെ എങ്ങനെ അതിന്റെ സിസ്റ്റം ഇതിനകത്ത് പേനയാണ്, അതാണ് ഇതിന്റെ സിസ്റ്റം. പേനയാണ്. എടാ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് പേന ആവത്തുള്ളൂ. ശരി, നീ എഴുത്. കയ്യിൽ നീ ഒന്ന് എഴുതു. കയ്യിൽ എഴുതണോ? പിന്നെ വേറെ അവിടെ പേനൊന്നും ഇല്ലല്ലോ.
പേപ്പർ ഒന്നും ഇല്ലല്ലോ. ആ കയ്യിൽ എഴുതിയിട്ട് ഏതാ ഇങ്ക് എന്ന് പറ. ഇത് ബ്ലാക്ക് ആണ്. അത് പറ. ഇത്രയൊക്കെ അങ്ങോട്ട് എന്നെ ഇട്ട് ഇച്ചിരി കറക്കാനുള്ള പരിപാടിയാട്ടോ. അല്ലല്ല ഇത് എഴുതണ്ടേ. ശരി, എത്ര രൂപയായി? ഇതിന് 500 രൂപയായി. 500 രൂപയുടെ വിലയോ? ശരി, നീ തട്ട്. പേന വെച്ച് ഉറക്ക തട്ട്. പേന എടാ നീ കൈയാടായിട്ട് തട്ടുന്ന. അല്ലടാ, ഉരുട്ടിക്കേ ടേബിൾ ഇങ്ങനെ ഒന്ന്. ഉരുട്ട. ഇതങ്ങനെ ഉരുട്ട ശബ്ദം. ഇങ്ങനെ ഉരുട്ട്. എങ്ങനെ ഉരുട്ടാ? ഇങ്ങനെ ഇങ്ങനെ കൈയും കൂടെ വെച്ച് ഇങ്ങനെ ഇട്ട്. ലയ്യ. നീ പുതിയ ഫാഷൻ പേന വല്ലാണോ അവ ഇറക്കി വെക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് ലയ്യാന്ന് തോന്നുന്നു. ഈ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ തന്നെ വെച്ചോ. അയ്യോ എങ്ങനെയുണ്ട്? ഭയങ്കര ക്യൂട്ട്. അടി ക്യാമറ കാണിച്ചോളൂ. എടാ ഇത് അടിപൊളിയടാ. പക്ഷെ ഇതിന്റെ പ്രൈസ് എത്ര അറിയോ? 500 രൂപയാണ്. 500 റുപ്പീസ് ആണ് ആ ഒരു പേര്. ഇത് ഇന്ത്യയിലല്ല, ഇത് പുറത്തുനിന്ന് വരുന്ന സാധനം. അങ്ങനത്തെ ഒരു സ്റ്റോർ ഉണ്ട് നമ്മുടെ മാളില്. അത് അവിടെ ഭയങ്കര പക്ഷെ നല്ല ക്വാളിറ്റിയാ. പക്ഷെ എന്നാ ഭയങ്കര ഹെവി ഡ്യൂ. ഞാൻ വിചാരിച്ചേ ക്യാപ്പ് ഇല്ലാത്ത പേന. എനിക്കറിയായിരുന്നേ ഏത് ഇവള് കണ്ടുപിടിക്കരുത്. എനിക്ക് 101% ഉറപ്പായിരുന്നു. അതുള്ള കോൺഫിഡൻസ് ആയിട്ടിരുന്ന കോൺഫിഡൻസ് എനിക്ക് ഇച്ചിരി ഫീൽ ചെയ്ത്. പിന്നെ ഞാൻ എത്രയായാലും പെണ്ണുരുട്ടുമ്പോ സൗണ്ട് വരൂലേ. അങ്ങനെ ആദ്യത്തെ പോയിന്റ് ഞാൻ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. നിനക്ക് നേരത്തെ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ. ഏതില്? ഇല്ല, നീ ഇത് പറഞ്ഞല്ലോ. നിനക്ക് ഗിഫ്റ്റ് തന്നില്ലേ? കിട്ടിയില്ലേ ഗിഫ്റ്റ് എന്റെ? അത് കിട്ടി. അപ്പൊ അത് ഒരു പോയിന്റ് അല്ലേ? അതിപ്പോ ഒരു പോയിന്റ്. അപ്പൊ ഇത് അയ്യോ ശരിയാണല്ലോ, 2. ഇത് 2 പോയിന്റ് ആയി. മൃദുല ഐ ആം സോ ബ്രില്യന്റ്. കിളി പാറി ഇരിക്കട്ടോ 2 പോയിന്റ്. അപ്പൊ മൃദുലക്ക് 1 പോയിന്റ്, എനിക്ക് 2 പോയിന്റ്. ഏട്ടന് 2 പോയിന്റ്. ഓക്കെ. എടാ പക്ഷെ എനിക്ക് ഇത് കൊള്ളാടാ. പക്ഷെ ഇനി താ മക്കളെ, മക്കൾക്കില്ല. അത് എനിക്ക് ഞാൻ ഇനിയിപ്പോ എന്തായാലും നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല നല്ല സാധനം കേട്ടോ. പക്ഷെ ഇത് പിടിച്ച് എഴുതാനും എന്ത് സുഖം, കൈ കഴിക്കത്തില്ല. ഇത് സ്പോഞ്ചാണ്. പക്ഷേ ഇത് 500 രൂപയ്ക്കുണ്ടോ? 500 രൂപയൊന്നും ഇല്ല. ഇതൊരു 100 രൂപയ്ക്കേ ഉള്ളു കേട്ടോ. സത്യം പറയാലോ. പക്ഷെ അടിപൊളിയായിരുന്നു. സാധനം കേട്ടോ. പേനയല്ലേ, പോട്ടെ. ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ തന്നെ ഇങ്ങോട്ട് കേട്ടോ. എൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റ്, ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ്. എനിക്ക് ഞാനിത് തിന്നില്ല, ഞാനിത് തുറക്കട്ടെ. അതെ, ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ്. അതായത് ഒന്നല്ല, ഒരു സെറ്റാണ്. ഒരു സെറ്റ് പ്ലേറ്റ്. സെറ്റ് മീൻസ് അതിലൊരു 2 എണ്ണേ ഉള്ളൂ. ഞാൻ അത് പുറത്തെടുക്കാണ് ഇപ്പോൾ. പ്ലേറ്റ് തന്നെയാണത് എന്ന് തോന്നുന്നു. അത് എന്തിന്റെ മെറ്റീരിയലാണ്? സ്റ്റീലാണോ അതോ മറ്റേ പൊട്ടുന്ന ടൈപ്പാണോ? അല്ലല്ല, പൊട്ടൂല. തറയിൽ വീണാലും പൊട്ടൂല. പൊട്ടൂല? അങ്ങനത്തെ ഒരു ടൈപ്പ്. പ്ലാസ്റ്റിക് ആണ്? പ്ലാസ്റ്റിക്കും അല്ല. ഫൈബർ ആണ്? അല്ലടാ, സെറാമിക്കും അല്ല. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു മെറ്റീരിയൽ അല്ലേ? എനിക്ക് മെറ്റീരിയലിന്റെ പേരൊന്നും അറിയത്തില്ല. ഓക്കെ. കളർ എന്താണ്? കളർ വൈറ്റ്. എത്ര രൂപയായി നോക്കട്ടെ, അതിന്റെ ബോക്സിലുണ്ട്. ബോക്സ് നോക്കി ഇത്രയും താമസമാണോ? ബോക്സ് തറയിൽ കിടക്കുമായിരുന്നു സാറേ. ബോക്സ് എടുത്തോ കയ്യില്? എടുത്തു. ഇനി ആ ബോക്സിനകത്ത് പേരെന്തോ? കമ്പനി നോക്കട്ടെ. ഇത് കമ്പനി ഇല്ലേ? വല്ല സുധാകരൻ പ്ലേറ്റ് നിർത്തി. നീലത്താമരയോ? ചിരിപ്പിക്കാതെ ഞാൻ ഒന്ന് നോക്കട്ടെ. കമ്പനി ഇല്ലാത്ത ഏത് മെറ്റീരിയൽ എന്നറിയാത്ത ഒരു പ്രത്യേകതരം പ്ലേറ്റ് ആണ് ഗൈസ് മൃദുലയുടെ കയ്യിരിക്കുന്നത്. നാപ്റ്റോൾ 999 രൂപ ഗൈസ്. ആ പ്ലേറ്റ് കാണിക്കുമ്പോഴല്ലേ? പ്ലേറ്റ് കാണിക്കോ? എല്ലാരും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ ഇന്ന് പൊക്കി തറയിടൂ, നോക്കട്ടെ ഞാൻ ആ പ്ലേറ്റ്. ഇട്ടോളൂ. ഇതേതോ പിഞ്ഞാണമാണെന്ന് തോന്നുന്നു. ഏതോ ഇത് നമ്മുടെ എന്താ പറയല്ലോ, നമ്മുടെ കിണ്ടിയോ അങ്ങനത്തെ എന്തോ അത്രയുള്ള എന്തോ ഒരു കുട്ടി ഐറ്റം ആണെന്നാണ് തോന്നുന്നത്. അതെന്തായാലും പ്ലേറ്റ് അല്ലെന്നാണ് എൻ്റെ ഒരു മാനദണ്ഡം. നമുക്ക് ഇനി അതിന്റെ ഒരു 4 പ്ലേറ്റ്. എത്ര പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ? 2. ആ 2 പ്ലേറ്റ് ഒന്നിച്ചൊന്ന് താഴെ ഇടൂ. ഒന്നിച്ചിടണോ? അതെ. വെയിറ്റ് ചെയ്യ്. സ്റ്റിക്കറിലാണോ? സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കോളൂ. പിന്നല്ലേ. ഓക്കെ.
ബ്രഹ്മാണ്ഡമായിരിക്കുന്നു ആ ശബ്ദം. ഇത് 100%, 110% ഇത് ലൈയാണ്. ഓക്കെ, എന്താണ് മക്കളെ ആ ചാ പിഞ്ഞാണം? നോക്കട്ടെ. ഞാൻ തരത്തില്ല നിനക്ക്, ഞാൻ തരത്തില്ല. എനിക്ക് വേണം, എനിക്ക് വേണോ? എന്തിനാണെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇനി നിനക്ക് വേണ്ടി വാങ്ങിച്ചെങ്കിൽ നീ ബുദ്ധിപരമായിട്ട് അത് നീക്കണമായിരുന്നു. അതെന്താണെന്നറിയോ, എനിക്ക് പാക്കറ്റിന്റെ എടുത്തപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങോട്ട് നോക്കട്ടെ. അല്ല, അത് ആദ്യം എടുത്ത പ്രോഡക്റ്റ് ആയത് അല്ല. അല്ല എനിക്ക് മനസ്സിലായി. സാധനം നിനക്ക് തരത്തില്ലടാ ഞാൻ. എടാ LED സെറ്റ് സാധനം. ഞെക്ക് വിടാ. എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത്. എടാ ഇവിടെ ഞെക്കിയപ്പോഴാണ് നേരത്തെ അന്ന് എത്തിയത്. ഇത് അടിച്ചുപോയി. എടാ ഇത് താടാ. അയ്യോ എന്റെ ചേട്ടൻ പറ്റിച്ചോ. എടാ ഇത് ഞെങ്ങ് പോലും കൊള്ളുന്നില്ല. ഞെങ്ങ് പോലും കൊള്ളുന്നില്ല. ആ സൂപ്പർ. എടാ അവർ ഇവിടെ അല്ല ഇവിടെ സോറി ഞാൻ വെറുതെ ക്ഷമിച്ചേച്ച്. കത്തുന്നില്ല. അതെ, മേ ബി ബാറ്ററി ഇല്ലായിരിക്കും കേട്ടോ. ബാറ്ററി കാണോ? പിന്നെ പുതിയ സാധനത്തിന് ബാറ്ററി കാണാതിരിക്കും. ഇല്ല, അവര് ലുലുവിന് ചില സാധനങ്ങൾക്ക് ബാറ്ററി ഇടൂല. ബാറ്ററി കൊണ്ട് അത് മുതുക്ക് ബാറ്ററി കേട്ടോ. എടാ ഏട്ടാ എന്നെ പറ്റിച്ചോടാ ഏട്ടാ. കൊണ്ട് കൊടുത്താൽ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഇതിനകത്ത് ഞെക്കി അവർ ഓൺ ആക്കിയത്. ബാക്കിൽ ഇത് ഓൺ ഓഫും ഉണ്ട്. എടാ ഇതിന്റെ വില എത്ര രൂപയെന്നറിയോ? 1700 രൂപ. 2800 രൂപയായിരുന്നു. എനിക്ക് ഓഫറിൽ 1700 രൂപ കിട്ടി. ഇത് നിനക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കറണ്ട് പോകുമ്പോഴല്ലേ എഡിറ്റ് ചെയ്യുമ്പോഴോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുങ്ങാനാണ് വാങ്ങിയത്, കണ്ണാടിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരുങ്ങാൻ. പക്ഷെ ഇത് ഞെങ്ങ് പോലും കൊള്ളുന്നില്ല കേട്ടോ. ഗൈസ് എന്തായാലും മൃദുലയ്ക്ക് തന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സാധനമാണ്. പക്ഷെ ഞാനത് എഡിറ്റിങ്ങിന് വേണ്ടി ഇങ്ങ് എടുക്കുക കേട്ടോ. അത് കുത്തിയിട്ടേക്കോ. ചാർജ് കേറിയാലേ ലൈറ്റ് കത്തോളൂ. എന്തൊക്കെ ആയി എനിക്ക് ആ സാധനം തന്നെ പറയുന്നത്. പക്ഷെ എന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പോയാലും നമ്മൾ അതിൽ പിടിച്ചു തരത്തില്ലടാ. പിന്നെ കിട്ടിയ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറ്റും പോണേ. വേറെ പരിപാടി ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത സാധനത്തിലോട്ട് പോവാം. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, ഇത് 3rd റൗണ്ട് ആണ്. ഇപ്പോഴത്തെ പോയിന്റ് ഏട്ടന് 2, എനിക്ക് 1. എനിക്ക് 3 അല്ലേ? ഏട്ടന് 3 ആയോ? പിന്നെ 3 ആയില്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ആണാണ് 2 റൗണ്ട് അല്ലേ ആയത്. അപ്പം 4 എണ്ണം വെച്ച് കറക്റ്റ്. അപ്പൊ അടുത്ത പ്രോഡക്റ്റ് എന്റെ ഇരിക്കുന്ന ഒരു ഡയറിയാണ്. ഡയറിയുടെ സൈസ് എത്ര വരും? നോർമൽ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ സൈസ്. ടെക്സ്റ്റ് ബുക്കോ? ബുക്ക് നോർമൽ ഒരു ബുക്കിന്റെ നോട്ട് ബുക്കോ? ആ, നമ്മുടെ നോട്ട് ബുക്കിന്റെ സൈസ്. നോട്ട് ബുക്കിന്റെ എത്ര വലുതാ? ആ, കമ്പനി മിറാഡ. അത് എത്ര പേജിന്റെയാ? പേജ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ലടാ. നീ കുത്തിയിരുന്ന് എണ്ണ. ചോദിക്കുന്ന ചോദ്യത്തിന് നീ പറയണം. വെറുതെ പറഞ്ഞതാ. എന്തുവാ? അത് കവറിലായിരുന്നേ. ഓക്കെ. ആ വെളിയിലത്തെ കളർ എന്തോ ഡയറിയുടെ? വെളിയില് ഒരു റെയിൻബോ കളറാണ്. ആക്ച്വലി ഒരു കുറേ കളറുകളുണ്ട്. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അല്ലാതെ ഇമേജ് ഒന്നുമില്ല. എന്താ അതില് ഇമേജ്? പടം മൂങ്ങയുടെ ഒരു കളറാണ്. മൂങ്ങ വരച്ചേക്കും. മൂങ്ങ കണ്ടായിരുന്നൂടെ ഏട്ടാ? എടാ ഈ പെട്ടെന്ന് കണ്ടപ്പോഴേ തോന്നിയിട്ടാ. പെട്ടെന്ന് കണ്ടപ്പോ മുയലിനെ പോലെ തോന്നിയോ? പിന്നെ മൂങ്ങ. ഓക്കെ. അത് വെച്ചൊന്ന് കൊട്ടിക്ക്. മുയലിനെയോ? അല്ല, മൂങ്ങയോ? നിന്റെ ഡയറി മറന്നുപോയോ? അത് ഡയറിയാ. ഓക്കെ. എവിടെ വെച്ചാ കൊട്ടുന്നേ? ഞാൻ അതിന്റെ ഒരു മൂലഭാഗം വെച്ചാ കൊട്ടുന്നത്. അതിങ്ങനെ ടേബിളിൽ ഇട്ടേ. അതായത് ഇങ്ങനെ ഇടണം. കറക്റ്റ് ഇങ്ങനെ ഇട്ട് തറയിൽ കിടക്കൂല. ഇപ്പൊ അത് തറ ഇട്ടേരേന്. തറ ഇട്ടേക്കുവാ. ഇനി ആ ഡയറിയുടെ നടുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിക്കേ ടേബിളില്. കറക്കുക നല്ല സ്പീഡിന് ഇട്ട് തട്ടാതെ ഇങ്ങനെ കറക്ക്. കറക്കി ഡയറക്റ്റ് എത്തിട്ട് അടിച്ച്. അതിന് എത്രയും വീതി വരും? എടാ നോർമൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ബുക്കിന്റെ വീതി. അത് തന്നെ പറഞ്ഞ നോർമൽ ബുക്കിന്റെ വീതി. അതായത് നമ്മുടെ ഈ കൈയുടെ സൈസ് പറയുകയാണെങ്കിൽ എത്രയും പറയും? എന്റെ ഒരു കൈപ്പത്തിയുടെ അത്രയും, ഏകദേശം എന്റെ ഒരു കൈപ്പത്തിയുടെ അത്രയുണ്ട്. വീതിയോ? വീതിയല്ല, മൊത്തത്തിയത്. എത്ര രൂപയായി? 699. ഉയ്യോ, ഏത് വർഷത്തെ ഡയറിയാ? വർഷോ?
ചില ഡയറിക്കകത്ത് വർഷം എഴുതുമല്ലോ. ഇല്ല, ഇതിനകത്ത് വർഷമൊന്നുമില്ല. ഇല്ല, വരയിട്ട് അതിന്റെ പേജ് വരയിട്ടയാണോ അതോ വെള്ളയാണോ? വെള്ളയാണ്. ഇത് ഡയറി എന്ന് വെച്ചാ എടാ അങ്ങനെ 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 ഡേറ്റ് ഒന്നും ഇല്ല. പക്ഷേ ഡേറ്റ് ഇല്ലാത്ത പറയട്ടെ, ലൈ ആണ്. ഭയങ്കര കോൺഫിഡന്റ് ആണ്, അതാണ് എന്റെ വിഷയം. ലൈ ആണ്, ഇത് ഡയറി അല്ല. ഇന്ന് എന്റെ ദിവസമാണ് ഗൈസ്, ഇന്ന് എന്റെ നീ ദിവസം. ഏത് കടയിലാ കേറിയേ? എനിക്കറിയാതെ എടാ കള്ള, ഇത് വരയിട്ടതാടാ കള്ള. എന്തുവാ അതെന്തോ ബുക്ക് എന്നല്ലേ പറഞ്ഞേ? നീ ട്രൂത്ത് പറയുമ്പോ പിന്നെ ഇതിലെ ട്രൂത്ത് എല്ലാം ട്രൂത്താ പറഞ്ഞേ. നീ വെള്ളയാന്ന് പറഞ്ഞു, ഇത് വരയിട്ടായിരുന്നല്ലോ. വെള്ള ബുക്കല്ലേ, അകം വെള്ളല്ലേ ഗൈസ്. പിന്നെ കറുത്ത ബുക്ക് ഉണ്ടോടാ? പിന്നെ വരയാന്ന് പറഞ്ഞ് ഇവളിപ്പം കണ്ടുപിടിച്ചേനെ. ഇപ്പൊ വെള്ളക്ക് ഓരോ വരയാന്ന് പറഞ്ഞു, എവളെന്ത് ചെയ്തേനെ? കണ്ടുപിടിക്കുവോ? ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ബാക്കി എന്തൊക്കെ ചെയ്ത്? നീളം വീതി പേജ്. പക്ഷെ എവള് മൊണ്ണയാണേ. എവളാ ബുക്ക് ഞാൻ വിചാരിച്ചു ഈ ബുക്ക് ഇങ്ങനെ പേജ് ഇങ്ങനെ ആക്കുമല്ലോ. എടാ മൊണ്ണ ഏതാണ്ടാ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ ആക്കണത് കണ്ടോ? അത് പൊട്ടിക്കാൻ പറയണം. നിങ്ങളാണ് ഇങ്ങനെ പറയത്തില്ല. ഇതാണ്ട ഈ പേജ് ഒന്ന് ഇങ്ങനെ സ്പീഡിന് മറിച്ച് കാണിച്ചാ ഇതിന്റെ ശബ്ദം നോക്ക്. ഇത് കണ്ടറിഞ്ഞൂടെ അത് ബുക്കാന്ന്? ഈ കഴുത എനിക്ക് തടത്തില്ല. എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ സാധനട്ടാ, അടിപൊളി. നമുക്ക് എനിക്ക് കോണ്ടന്റ് ഒക്കെ എഴുതി വെക്കണം ഗൈസ്. ചില കോണ്ടന്റുകളൊക്കെ നമുക്ക് എന്റെ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോഴും വേണ്ട. അപ്പൊ എനിക്ക് നല്ല കളർഫുൾ ആണ് ഗൈസ്. കണ്ടോ ബുക്ക് കണ്ടോ? ഇഷ്ടം പോലെ കളർ ഉണ്ട്. ഇത് കണ്ടോ മൃദുല? കണ്ടോ This book belongs to Mridula Murugan. കണ്ടോ അടിപൊളിയാണ്. വില 699 ഗൈസ്. അടിപൊളി സാധനം, ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതുണ്ടോ മൂങ്ങണ ഉണ്ടോ? മൂങ്ങേണ്ട കളർഫുൾ ആയിട്ട് സ്റ്റിച്ച് ഒക്കെ ചെയ്ത് 699. അല്ല ഇത് 699 ഇതില്ലേ ഗൈസ്? ഇല്ലേ? നോക്കിട്ട് തന്നാ മതി കേട്ടോ. ഷോ ഇന്ന് ഞാൻ ആരെ കണി കണ്ടത് എന്റെ ഈശ്വര. പക്ഷേ നിന്റെ കോൺഫിഡൻസ് എനിക്ക് അതാണടാ, നമ്മൾ കൺഫ്യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡൗട്ട് ഉള്ളതൊക്കെ അഭിനയിക്കുന്നത്. ചുമ്മാ അതല്ല, ഇത് വെച്ചിട്ട് ഒരച്ചിട്ട് സൗണ്ട് കേൾക്കാൻ, കാരണം ഇത് സ്പോഞ്ച് അല്ലേ. ഞാൻ ഇന്ന് എനിക്ക് സന്തോഷം. ഇന്ന് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യണം. അതിൽ നീ മൂങ്ങന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ നീ എന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു മൃദുല. ഇനി തൊട്ട് ഞാൻ കുറച്ച് ടഫാണ് ഇപ്പൊ. അതാ നീ എവിടെ കയറിയെന്ന് എനിക്കറിയാം, ഏത് കടയിലാണ് നീ കയറിയെന്ന് എനിക്കറിയണം. എന്റെ എല്ലാം കവറിലാണ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ പറയട്ടെ, എന്റെ ഒരു തലകണയുണ്ട്. കളറ് ഒരു ബ്രൗൺ കളർ. വില 799, അതായത് 800 രൂപ. അത് ഒറ്റ പീസാണോ തലകണ? വലിയൊരു തലകണയാണോ അത് അമ്പൂഞ്ചാണോ? രണ്ടുപേർക്കും യൂസ് ചെയ്യാം. ഒന്ന് പൊക്കിയിടാമോ? നോക്കട്ടെ. ഇടട്ടെ? ഇട്ടു. ഒന്നും കേട്ടില്ല. ഒന്നും ഇടുവോ? ഇട്ടു. ഇത് ടഫ്. മാസടിച്ചിട്ട് ഞാൻ പാളിയെങ്കിലും എനിക്കും അറിയാം കേട്ടോ. കളറ് ഏതായിരുന്നു? ബ്രൗൺ എന്ന് പറഞ്ഞില്ലേ? ഓക്കേ, ഞാൻ മറന്നാണെന്ന് വിചാരിച്ചേ. ഏത് കമ്പനി? ഹോംവെൽ. ഹോംവെല്ലിൽ നിന്നാണല്ലോ മൊത്തം താങ്കൾ വാങ്ങിച്ചിരിക്കുന്നത്. ആ തലകണ വെച്ച് നമ്മൾ തലകണ അടിക്കുന്നത് പോലെ ഒന്ന് അടിച്ചേ. നമ്മൾ ഓണത്തിനൊക്കെ തലകണ അടിക്കില്ല, ടേബിളിനുണ്ടല്ലേ തലകണ അടിക്കുന്ന പോലെ. ഇത് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഓഹോ, ഓക്കെ. അടിച്ചു ഒന്നുകൂടി. ആദ്യം ഇട്ടപ്പം ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത്, ഇപ്പൊ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് മേ ബി ഇതിന്റെ ഒരു സ്ട്രക്ചർ ആൻഡ് ഒരു ഷേപ്പ് കൊണ്ടാവണം. വെറുതെ ഇത് ഭയങ്കര ഇതാട്ടോ. അവള് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നത്. ഞാനിതൊന്ന് കറക്കി കുത്താം. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സാധനം എന്തുവാന്ന്. സത്യം പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല. ദൈവം എന്റെ കൂടെ ആണെങ്കിൽ ഇത് ട്രൂത്താണ്. ഐ തിങ്ക് ഇറ്റ്സ് ട്രൂത്ത്. ഇടാമോന്ന്?
അയ്യോ എന്റെ ഈശ്വര. നീ ഏത് ബ്ലാക്ക് മാജിക് ചെയ്തോണ്ടാണ് ഇവിടെ വന്ന് എനിക്കും തരത്തില്ല. എനിക്കിത് സെറ്റിയിൽ ഇങ്ങനെ തല വെച്ചോണ്ടിരുന്ന ടി വി ആണ്. ഗിഫ്റ്റോട് ഗിഫ്റ്റ് ആണല്ലോ ദൈവമേ. ഞാനേ ഇന്നലെ ക്രിക്കറ്റ് കളി കണ്ടപ്പോഴേ ഞാനും കൂടെ സെറ്റ് കിടന്നപ്പോ എനിക്ക് പെടലി ഭയങ്കരമായിട്ട് വേദനിച്ചു. നമ്മുടെ ഈ സെറ്റിയുടെ അതേ കളർ. ഞാൻ അപ്പൊ ആലോചിച്ചു എനിക്ക് സെറ്റിയിൽ ഒരു തലാണ ഉണ്ടായിരുന്നെങ്കിലെന്ന്. കഷ്ടപ്പെട്ട് കറങ്ങി കുത്തി വാങ്ങിച്ചതാ. എടാ എങ്ങനെ മനസ്സിലായടാ? ഞാൻ വിചാരിച്ചു നീ ഒരു ടെഡി ബിയർ എന്ന് പറയുമെന്ന്. ഇല്ലടാ, ഇത് എനിക്ക് തോന്നി ട്രൂത്ത് ആണെന്ന്. എന്നാ പിന്നെ ടെഡി ബിയർ വാങ്ങിച്ചിട്ട് തലാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്റെ വില 799 രൂപ. കുഴപ്പമില്ല, മെറ്റീരിയൽ ഉള്ള കേട്ടോ. കറക്റ്റ് നമ്മൾ സെറ്റിക്കാത്ത കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കാം. അത്യാവശ്യം നമുക്ക് ഫുഡിനത് വെച്ച് കഴിക്കാടാ. നമുക്ക് ഫുഡേ എനിക്ക് അമ്പൂന് ഞാൻ വാങ്ങിച്ചതാ. അങ്ങോട്ട് മാറിയിരുന്ന അങ്ങോട്ട് കര കേട്ടോ. ഇത് ഫുഡ് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം സെറ്റിക്കാതെ. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഡാ. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഓക്കെ ഇനി 4th റൗണ്ട് അല്ലേ ഗൈസ്? അടുത്ത സാധനം എടുത്തിട്ടുണ്ട്. അതെനിക്കുള്ളതാ. ഉറപ്പാണോ? ഓക്കെ, ഇതൊരു വാട്ടർ ബോട്ടിലാണ്. ഓക്കെ, കളർ ഓറഞ്ച് ആൻഡ് ബ്ലൂ. ഓക്കെ, പപ്പാതിയാ? യാ, 2 കളറുണ്ട് ഇതിനകത്ത്. അതെങ്ങനെ, പപ്പാതിയാണോ അതോ? ഒരു ഷെയ്ഡ് പോലത്തെ. ഇനി എൻ്റെ ഓരോ ചോദ്യങ്ങളും അതിസൂക്ഷ്മവും നിനക്ക് കഠിനമുള്ളതുമായിരിക്കും. ഓക്കെ. എത്ര ലിറ്റർ? എന്തിന്? വാട്ടർ ബോട്ടിൽ. ലെറ്ററോ? ഓ ലിറ്റർ. ലെറ്റർ നോക്കിയത് ലിറ്റർ നോക്കിടി. ഞാൻ ലിറ്റർ തന്നെയല്ലേ ചോദിച്ചേ. ഇത് 1.5 ലിറ്റർ. 1.5. അപ്പൊ എത്ര സൈസ് വരും? 1.5 ലിറ്റർ എത്ര സൈസ് വരും? നമ്മുടെ ഒരു കൈയുടെ അത്രയൊക്കെ വരും. ഒരു നിന്റെ കൈയുടെ എത്രയോ? അല്ലടാ, നമ്മളൊരു കൈയുടെ ഒരു എൽബോ ഉണ്ടല്ലോ, എൽബോയുടെ ഒക്കെ അത്രയും വരും. അപ്പൊ ഇത്രയും വില ഒരു 799. ഓക്കെ. കമ്പനി ആക്ച്വലി ഇതിനകത്ത് ബ്രാൻഡ് നെയിം കൊടുത്തിട്ടില്ല. ഇല്ല, സൂപ്പർ എന്ന് എഴുതിയിട്ടുള്ളൂ. ഓഹോ, സൂപ്പർ വാട്ടർ ബോട്ടില. അതെങ്ങനെ ഉറിഞ്ചി കുടിക്കുന്ന? തുറന്നു കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ ഉറിഞ്ചി അല്ലാണ്ട് പിന്നെ അല്ല, തുറന്നു കുടിക്കുന്ന വാട്ടർ ബോട്ടിലില്ലേ? ഇത് തുറന്നു കുടിക്കുന്നേ അല്ല, തുറന്നു കുടിക്കുന്നല്ല. തുറന്നു കുടിക്കുന്നേ. അല്ല, മീൻസ് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. തുറക്കുകയും ചെയ്യാം, ഉറിഞ്ചും ചെയ്യാം. മീൻസ് അങ്ങനല്ല, ഉറിഞ്ചി കുടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, അല്ലാതെ അടപ്പ് തുറന്ന് പൊക്കി ഒഴിക്കാൻ പറ്റുന്ന ടൈപ്പും ഉണ്ട്. എടാ, നമുക്കിത് നമ്മുടെ സൗകര്യമല്ലേ. വിട് സ്ട്രോ ഉണ്ടോ? സ്ട്രോ പിന്നെ വാട്ടർ ബോട്ടിൽ പിന്നെ എന്തിനാ പിന്നെ? എടാ, നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? എന്ത് വേണം? എന്ത് പ്രശ്നം? സ്ട്രോ ഉള്ള വാട്ടർ ബോട്ടിൽ ഒരിക്കലും പൊക്കി ഒഴിക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായി. അങ്ങനത്തെ അതില്ല. ഇത് ഉറിഞ്ചു കുടിക്കുന്നയാ. എന്നെ മൊത്തം നീ കൺഫ്യൂസ് ആക്കി കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീട്ടില് നീല വാട്ടർ ബോട്ടിലും ഉണ്ട്, ഏട്ട ഉറിഞ്ചു കുടിക്കുന്ന വാട്ടർ ബോട്ടിലും ഉണ്ട്. ഇത് അങ്ങനത്തെ അല്ല, അങ്ങനത്തെ ഉറിഞ്ചുന്ന നിപ്പിളൊന്നും ഇല്ല. ഇല്ല, നീല പോലത്തെയാ. പിന്നെ എവിടെ നിന്നാടാ സ്ട്രോ വരുന്നതിന്റെ അകത്ത്? ഞാൻ പെട്ടെന്ന് ഓർത്തില്ലേ. അപ്പൊ അതിൽ അയ്യ ഇല്ല, എവിടെ പോയാ? കഴിഞ്ഞല്ലോ. ഓക്കെ, എന്താ പറഞ്ഞേ? എന്താ സൗണ്ട് കേൾക്കുന്നേ? വാട്ടർ ബോട്ടിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നേ? അത് ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലാ. നിന്റെ വാട്ടർ ബോട്ടിൽ നിന്നെ വെടിവെച്ച് കൊല്ലിക്കാൻ. സത്യം കഴിഞ്ഞ നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലടാ. പക്ഷെ മോനെ, നീ ആ തോക്ക് വാങ്ങിച്ചപ്പോ എനിക്കൂടെ ഒരെണ്ണം വേണോന്ന് ഞാൻ ആഗ്രഹിച്ചേ. ഏട്ടാ, ഇതിൽ വെള്ളം ചേട്ടാ, ഇത് വെള്ളം നിറയ്ക്കുന്ന സാധനമാണ്. ഞാൻ ഇപ്പൊ ഇത് കാണിച്ചതിന്റെ പരിപാടി 1 മിനിറ്റ്. ഞാൻ കാണിക്കും. ആണോ? പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ തപ്പിത്തടഞ്ഞ കേട്ടോ. എന്റെ പ്രശ്നം അതാണ്, എനിക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് വരുന്നില്ല. ഇവക്ക് അവിടെ പോയി എവിടെ മാറ്റി തിരിച്ച് ഒരുമാരില്ല വക്കീലുമാര് ചോദിക്കുന്നാണെങ്കിൽ എന്നെ ചോദിച്ച് പേടിപ്പിച്ച് എന്നെ തെറ്റിച്ച് കഴിച്ച അവള് ഈ എരപ്പ. ഏട്ടാ, വെള്ളം ഒഴിക്കുന്നതിലേക്കൂടെ എന്ന് പറഞ്ഞ അങ്ങ് പോയി ഒഴിച്ചാൽ അല്ല, ഞാൻ ഒഴിച്ചിട്ട് വരാം. ഇത് ഇങ്ങനെയാട്ടോ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ലിവർ ഉണ്ട്. പഠിച്ചു പോയി വെള്ളം നിറച്ചിട്ടോ. സെറ്റ് സാധനമില്ലേ? നിനക്കില്ല, എനിക്കാ. ഇത് ഞാൻ അമ്പൂട്ടിനെ വായിക്കാതെ നിന്നെ കൊണ്ട് ഞാൻ തൊടിയിക്കാൻ സമ്മതിച്ചിട്ടില്ലേ? അങ്ങനല്ല, ഇങ്ങോട്ട് ഞാൻ കാണിച്ചത്. ഇങ്ങനെ നമ്മൾ എടാ മൊണ്ണെ, നിന്റെ അടുത്ത് ഞാൻ ലോക്ക് ചെയ്തിട്ട് തരാൻ പറഞ്ഞാണോടാ എരപ്പേ. ഇവിടെ മൊത്തവും വീണ് വാങ്ങിയ ഗിഫ്റ്റ് അല്ലേ?
എന്തൊരു ഫോഴ്സറാ. അടിക്കില്ല ക്യാമറ ഉണ്ട് മൈക്കുണ്ട് അടിക്കില്ല മുതു തെറിച്ചോണക്കി. സെറ്റ് ഫോഴ്സ് കേട്ടോ. ഇത് വെച്ച് ഒരാളെ കുളിപ്പിക്കാ. സെറ്റ് സാധനം ഗൈസ്. ഇത് 1100 രൂപയാണ് ഈ സാധനം. ഇത് മാളിലുണ്ട്, നിങ്ങൾ തപ്പിയെടുത്തോ. സെറ്റ്. അത് അച്ചുണ്ട് കേട്ടോ പല വിധത്തിൽ. ഇതിപ്പം ചീറ്റുന്നതാ. ഇതിനകത്ത് നമുക്ക് പല വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അറിയാം, അവിടെ നിന്ന് അടിച്ചോട്ടെ. ഈ സാധനം ഉണ്ടല്ലോ സെറ്റ് സാധനം. അടിക്കില്ല കേട്ടോ, ഇത് വെള്ളം കളഞ്ഞിട്ട് വെക്കണേ. കാരണം ഇത് ഇവിടെ ഒക്കെ ക്യാമറ മറ്റ് സാധനങ്ങളൊക്കെ ഉള്ള എല്ലാം നശിക്കും. എൻ്റെ ഒരു വാച്ച് ഉണ്ട്. ഓക്കെ. ഏത് കമ്പനി? ഒരു മിനിറ്റ്. ക്വാർട്സ്. QUARTZ. ക്വാർട്സ്. യെസ്. കളറ് ബ്ലാക്ക് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, പിന്നെ ഒരു ഗോൾഡ് ലൈനും കൂടെ വരുന്നുണ്ട്. എല്ലാ കളറും ഉണ്ട്. യെസ്. പ്രൈസ് വരുന്നത് 848 രൂപ. അത്രയും വില കുറഞ്ഞ വാച്ച്. മീൻസ് ഞാൻ ഒരുപാട് ഏട്ടൻ പറഞ്ഞില്ല 1000 അകത്തേ വാങ്ങിക്കാവുള്ളൂ. നമ്മളങ്ങനെ റൂള് വെച്ചില്ലായിരുന്നു. പിന്നെന്തോ, ഞാൻ ഒരുപാട് വില വാങ്ങിയില്ല. ചുമ്മാ ലുക്കിന് മേസ് മാത്രമേ വാങ്ങിക്കുള്ളൂ. ഒന്ന് പൊക്കി തറയിടാമോ? ഓക്കെ. സ്ലൈഡാ വാച്ച് തന്നെ. അതെന്താന്നറിയോ, ഇതിന്റെ പകുതി ലെതറും ഫുള്ളായിട്ട് ഇടട്ടെ. ഐ തിങ്ക് ദിസ് ഈസ് ലൈവ്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. എനിക്കൊന്നും കത്തുന്നില്ലടാ. വാച്ചിന്റെ ഒരു ഹെവിനെസ് ഇല്ല. അത് പിന്നെ 800 രൂപയ്ക്ക് ആര് കൊണ്ട് തരും? ഇത് ലേഡീസ് വാച്ച് ആണോ? അല്ല, യൂണിസെക്സ്. മീൻസ് എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ വാങ്ങിയേ. ശരി, ഇത് മറ്റേ ഡിജിറ്റൽ ആണോ അല്ലാത്തയാണോ? സൂചിയാണോ? ചുമ്മാ ലുക്കേ ഉള്ളൂ, സൂചി തന്നെ. ഡിജിറ്റൽ ഒന്നും. പിന്നെ 800 രൂപയ്ക്ക് ഡിജിറ്റൽ. ബാക്കിൽ എന്താ എഴുതിയിരിക്കുന്ന? ഇതിന്റെ ബാക്കിലത്തെ ഒരു സ്റ്റീലിന്റെ സ്ഥലമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് ലൈ ആണ്. പിന്നെ ഇത് എന്തുവാ? ഇത് വേറെന്തോ നിന്റെ വേറെ ചെയിനോ അങ്ങനത്തെ എന്തോ ആയിട്ട്. യൂണിസെക്സ് സാധനം വാങ്ങിക്കുമ്പോ പിന്നെ എനിക്ക് ചെയിൻ വാങ്ങിക്കുന്നേ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. ലൈ. ചെയിൻ. ഞാൻ എങ്ങനെ കറക്റ്റ് പറഞ്ഞത് ചെയിനാന്ന്. അത് സെറ്റ് കേട്ടോ. ഇന്ന് എന്റെ ഡേ ആട്ടോ. ഇതിലെ എന്റെ കളിപ്പോട്ടം പോയി. കൊണ്ടുപോ. എടാ, ഈ ക്ലിപ്പൊക്കെ കറക്റ്റ് വാച്ച് പോലില്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ ഇട്ട് കൊട്ട് ഇതൊക്കെ അടച്ച് തുറക്കുന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ അടച്ച് തുറക്ക്, ഇങ്ങനെയൊക്കെ ടക്ക് സൗണ്ട്. ഞാൻ പറഞ്ഞില്ലേ മണ്ടൻ. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ആയിട്ട്. അല്ല, നമ്മളെ വാച്ച് ഇതാണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ വാച്ച് അല്ലല്ലോ, ഈ ഇടുമ്പോ ഇത്ര ഒരു ഹെവിനെസ് വരും. അത് വന്നില്ല. വില കുറച്ച് പറഞ്ഞ അതുകൊണ്ടാ. എടാ, വില കുറച്ചാണെങ്കിലും ഇത് 800 രൂപയുടെ ലോക്കൽ വാച്ചാ. അത് 500 രൂപ. 500. ശരി, 500 രൂപയുടെ ലോക്കൽ വാച്ചാ. ഇതാണെങ്കിൽ പോലും ആ ഹെവിനെസ് ഇല്ലേ? ഇതെന്തരില്ല 10 രൂപയ്ക്കില്ല ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന മറ്റേ ഞാൻ എന്തെങ്കിലും കൂടെ ചേർത്തിടേണ്ടി വരുന്നത്. പെട്ടെന്ന് കണ്ടുപിടിച്ചു. ചേട്ടാ, ഒരു അബദ്ധം പറ്റിയേ. എനിക്ക് എല്ലാം അബദ്ധമാണ് ഗൈസ്. ഇത് കണ്ടോ? ഡാമേജ് പ്രോഡക്റ്റ് ഒക്കെ 100 രൂപ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പച്ചി ഡാമേജ് ഒക്കെ ആവാം. 100 രൂപ ആണെങ്കിൽ പോലും ഡാമേജിലാണ് ചെറുതായിട്ട്. ഞാൻ അത് ശ്രദ്ധിച്ചില്ലടാ. പാക്കിനകത്തായിരുന്നു കേട്ടോ. പക്ഷെ ഇടാല്ലോ അത്യാവശ്യം. ചുമ്മാ ഡാൻസ് ഒക്കെ കളിക്കുമ്പോ ഇടാം. ഒരു വട്ടം ചുമ്മാ പറഞ്ഞടി. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അതല്ല വിഷമം, നിന്റെ പോയിന്റ് കൂടുതലാണ് വിഷമം. എത്രയായി ഗൈസ്? അപ്പൊ അടുത്തതേ. ഇത് എത്രാമത്തെ റൗണ്ടാ? 4-മത്തെയോ 5-മത്തെയോ? എന്റെ ഇരിക്കുന്ന ടിഫിൻ ബോക്സ് ആണ്. ടിഫിൻ ബോക്സോ? ഷേപ്പ് നോർമൽ നമ്മളൊക്കെ പണ്ട് കൊണ്ടുവന്ന ഷേപ്പ് തന്നെ. ഷേപ്പ് ബോക്സ് ആണോ? എന്റെ ഷേപ്പ് ചതുരം മതിയാ? റെക്ടാംഗിൾ ആണോ സ്ക്വയർ ആണോ? ഇപ്പൊ പഠിക്കുന്ന കാര്യം ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. റെക്ടാംഗിൾ സ്ക്വയർ ഇത് ചതുരമാണ്. നമ്മള് ടിഫിൻ ബോക്സ് അത്ര അറിഞ്ഞാൽ മതി. വട്ടത്തിലുള്ള അല്ലല്ലേ? ഞാൻ അതുകൊണ്ടാ ഷേപ്പ് ചോദിച്ചേ. വട്ടത്തിലുള്ള കളർ ഒരു മങ്ങിയ കളർ. യെല്ലോ. മങ്ങിയ മഞ്ഞ കളർ. ആ, വില
350. ഇന്ന് ഇത് പാക്കറ്റിൽ നിന്ന് ഇളക്കുന്നതേ ഉള്ളൂ. ആ ഇത് സീൽഡാണ്. അതാ ഓക്കെ, ഇളക്കിക്കോട്ടെ. അല്ല കമ്പനി ബ്രാ അല്ല സോറി മിനിസോ. അതെ ഇതിന്റെ ഫ്രണ്ടിൽ അങ്ങനത്തെ ഒരു പേര്. ഫിനിഷോ അല്ലേ? ഇത് യൂണിസെക്സ് ടിഫിൻ ബോക്സാ. എന്നെ കൊണ്ടൊന്നും പറയുന്നത് ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിച്ചോളൂ. ടിഫിൻ ബോക്സിൽ എത്ര തട്ടുണ്ട്? 1. എത്ര പാടം എണ്ണാൻ? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ? അല്ല പിന്നെ 2 തട്ടുണ്ട്. തട്ടെല്ലാം എല്ലാം ഇളക്കി കുറച്ച് എല്ലാം ഇളക്കി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് തറയിടും. ചൂട് നിൽക്കുന്ന ടിഫിൻ ബോക്സ് ആണോ ചൂട് നിൽക്കാത്ത ടിഫിൻ ബോക്സ്? ചൂടൊന്നും നിക്കത്തില്ല. അകത്ത് ഏത് കളറാ? അകത്തും എല്ലാം ഒറ്റ കളറായത്. ടിഫിൻ ബോക്സിന്റെ അകത്ത് എല്ലാം ഒറ്റ കളറാ. ശരി, ടിഫിൻ ബോക്സ് അടച്ചേ. എല്ലാം അടയ്ക്കണോ അല്ലേ? എല്ലാം അടച്ചേ. അടച്ചു. തുറന്നേ. നീ നിർത്തിക്കോ നീ. തുറന്നു. എടാ ഇത് എങ്ങനെ തിരുക്കി അടയ്ക്കുന്നേം തുറക്കുന്നതാണോ? അല്ല, ഇത് ക്ലിപ്പാണ് ആക്ച്വലി. വില എത്രയാണോ പറഞ്ഞേ? This is 350 ഒള്ളേ. നീ ഭയങ്കര കോൺഫിഡന്റ് ആണ്. കാരണം നീ ഏതോ ലൊട്ടിലൊടുക്ക് കടയിൽ കയറിയിട്ട് ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഈ പേനയും ഡയറി ഒക്കെ ഇറക്കി പോലെ. കളിപ്പാട്ടല്ലോ, കളിപ്പാട്ട് ടിഫിൻ ബോക്സ് അല്ലല്ലോ. ഫ്രീ ഒക്കെ ഉണ്ട്. ഫുഡ് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ? നമുക്ക് ഫുഡ് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇടാം. കുഞ്ഞുങ്ങളുടെ എന്താ സാധനം? എടാ അങ്ങനല്ലടാ, ഫുഡ് തന്നെ കൊണ്ടുപോകണമെന്നില്ലല്ലോ ആക്ച്വലി. ശരി, വള്ളിയുണ്ടോ ടിഫിൻ ബോക്സിൽ? വള്ളിയില്ല, വേണേ കെട്ടാം. വള്ളി ഇല്ലെന്ന് പെണ്ണേ. ഭയങ്കര കോൺഫിഡന്റ് ആയി മാൻ. അത് ലൈ ആണെന്ന് എന്റെ മനസ്സ് പറയുന്നേ. പക്ഷെ ഇവന്റെ കോൺഫിഡൻസ് കാരണം എനിക്ക് അങ്ങോട്ട് പറയാൻ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ട ടിഫിൻ ബോക്സ്, അത് ലൈ ആ. ഉറപ്പിച്ചില്ലേ? അമ്പുന് നമുക്ക് ഫുഡ് കൊണ്ടുകൂടെ? ക്ലിപ്പാണ്, ഞാൻ പറഞ്ഞില്ലേ ക്ലിപ്പാണെന്ന് കുട്ടി. ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ടല്ലേ. ഇങ്ങനെ തുറക്കുന്നു, ഇങ്ങനെ അടയ്ക്കുന്ന സൗണ്ട് ഒന്നും ഞാൻ കേട്ടില്ലടാ. നീ അടയ്ക്കാൻ പറഞ്ഞില്ലല്ലോ. നീ ക്ലിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ടിഫിൻ ബോക്സ് അടയ്ക്കാനും തുറക്കാനും പറഞ്ഞോ? ഞാൻ ടിഫിൻ ബോക്സ് അതേപോലെ ഇതിൽ ഞാൻ ജയിക്കാത്തോണ്ടല്ല, പക്ഷെ ഇത് റൂള് തെറ്റിച്ച്. ശരി, ടിഫിൻ ബോക്സ് അടച്ചേ. എല്ലാം അടയ്ക്കണോ അല്ലേ? എല്ലാം അടച്ചേ. എടാ പിന്നെ ഈ സൗണ്ട് ഞാൻ കേട്ടില്ലടാ. നീ കൊണ്ടുപോയി, എനിക്ക് വേണ്ട. ഞാൻ അതുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെ തിരിക്കുന്നതാണോ അതോ ക്ലിപ്പാണോ? ഇന്ന് മൃദുല ഉറങ്ങൂല കേട്ടോ. അതെ, ഇത് ബ്രായല്ല, ബീപേ എന്ന് എഴുതിയിട. ബ്രായ ഇത് കമ്പനി പേരല്ലല്ലോ, അത് ബിപേ ഫ്രീ അല്ലേ? അതെ കമ്പനി പേര് ഞാൻ വായിച്ചല്ലോ. മിനിസോ തന്നെ. അതാണ്ട് മിനിസോ. ഓ, നീ മിനിസോന്നല്ല ഇതെല്ലാം വാങ്ങിയേ? മിനിസോ എവിടെ ആയിരുന്നു? നല്ലല്ലേ ടിഫിൻ ബോക്സ്? ഈ വീട്ടിലുള്ള എല്ലാം എന്റെയും കൂടെ. ഇത് എനിക്ക് വർക്കൗട്ടിനും ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് നീ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് തരണം. ഇല്ല, വേണമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് പറക്കിട്ടോട്ട് പോകണം. എനിക്കിപ്പോ നിറഞ്ഞ ഗിഫ്റ്റ് ഉണ്ട്. അടുത്ത പോരട്ടെ. അയ്യോ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. ഓക്കെ, എന്റെയില് ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. ഹെഡ്സെറ്റ് ഏത് ബ്രാൻഡാണ്? ഹെഡ്സെറ്റ് സോണിയുടെ ബ്രാൻഡ്. സോണി? യെസ്. സോണി ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. സോണി SONY. സോണി ബ്ലാക്ക് കളറാണോ? എന്ത് സോണിയോ? സോണിന്ന് എഴുതിയേക്കുന്ന ബ്ലാക്ക് കളറിലാണ്. അതല്ല, ഹെഡ്ഫോൺ ബ്ലാക്ക് കളറാണോ? ഹെഡ്ഫോൺ അത് പൊട്ടിച്ചാലേ അറിയൂ. ഞാൻ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്കട്ടെ. പൊട്ടിക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് വായിച്ചോളൂ. അത് എവിടെയാണ് മാനുഫാക്ചർ ചെയ്തത്? മാനുഫാക്ചർ സെപ്റ്റംബറിലാണ് എഴുതിയിട്ടുള്ളൂ. സ്ഥലം അല്ലല്ലോ, വെയിറ്റ്. ജപ്പാൻ. യെസ്. ഒന്ന് ഹെഡ്സെറ്റ് ഇട്ടിട്ട് തന്നെ 2 അറ്റം ഉണ്ടല്ലോ, 2 അറ്റം ഇട്ട് ഇങ്ങനെ ടിങ്കി എന്ന് അടിച്ചു തന്നു. ഞാൻ പൊട്ടിച്ചില്ല, ഞാൻ വായിച്ചോണ്ടിരുന്നു. പൊട്ടിക്ക് വേഗം പൊട്ടിക്ക്.
കളർ അറിയണ്ടേ? ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. അത് സോണിന്ന് എഴുതിയേക്കുന്ന ബ്ലാക്കിലാന്ന് പറഞ്ഞേ. ഓക്കെ ശരി 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 ശരി. ഓക്കെ, ഇത് ബ്ലൂ കളർ. ബ്ലൂ കളറാണ്. യെസ്. ടക്കടക്കെന്ന് അടിച്ചേ. എന്തൊക്കെ വെച്ചാ? രണ്ട് അതിനൊറ്റ ആ ചെവി വെക്കുന്ന സാധനം വെച്ചോ? രണ്ടും ഒന്നിച്ച്. അങ്ങനല്ല, ഇങ്ങനെ ഇങ്ങനെ വള്ളിയിട്ട് ഇങ്ങനെ ടിക്കി 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 ഇപ്പൊ ഇതൊക്കെ കൊട്ടി. താണ്ട അതിന്റെ ചെവി വെക്കുന്ന സാധനം വെച്ചാ കൂട്ടുന്നേ. താണ്ടേ. ആ എടാ അതിനകത്തെ മോഡൽ നെയിം എന്തുവാ സോണിയുടെ? മോഡൽ നെയിം. മോഡൽ നെയിം ഇല്ല, കുറെ ലെറ്റേഴ്സാ. എടാ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ ഇതിനെ പറ്റി. എങ്ങനെ ഈ സോണി എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നതിന്റെ താഴെ എഴുതിയേക്കുന്ന അത് IER കുറച്ച് ലെറ്റേഴ്സാ. IER 00 ആണോ? 0 ആണോ തുടങ്ങുന്നത്? ഇല്ലില്ല, E ആണോ തുടങ്ങുന്നത്? X15. ഇത് ട്രൂത്ത് ആണ്. കാരണം ആ മോഡൽ നെയിം EX-ലൊക്കെ തുടങ്ങുന്നത് ഇയർഫോണിനും ഹെഡ്ഫോണിനൊക്കെയാണ് സോണിയുടെ. അത് നിന്നെ ആര് പഠിപ്പിച്ച്? എനിക്കറിയാമല്ലോ, എനിക്കറിയാത്ത ഹെഡ്ഫോണോ. താ നോക്കട്ടെ. കരുതിക്കൂട്ടി ഇറങ്ങിയേക്കോ അല്ലേ? ഇവിടെ ഇത് എന്തുകൂടി കളഞ്ഞു കിട്ടിയോ എനിക്ക്? ഗുളിക തരുന്ന പാക്കറ്റിലടാ, എനിക്കറിയത്തില്ല എന്താണ്. ഇവിടുന്ന് അടിച്ചു പോയിട്ടേടി. നീ അതിന്റെ വിലയൊന്നും ചോദിച്ചില്ലല്ലോ. ഇല്ലടാ എടാ, എനിക്ക് പെട്ടെന്ന് കത്തിയടാ. അത് എത്ര രൂപ നോക്കി? വില ഇത് സോണിയുടെ ഒറിജിനൽ തന്നെയാണോ? ഇത് ഒറിജിനൽ അല്ലാതെ വില നോക്കി 2490 രൂപ. പിന്നെ എന്റെ മോളെ, എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് നല്ലൊരു ഹെഡ്സെറ്റ് വേണമായിരുന്നു എഡിറ്റ് ചെയ്യാൻ. ഞാൻ സോണിയുടെ ഒരു ഹെഡ്ഫോണാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് ഏതാണ്ട് ഞാൻ സോണിയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ ഹെഡ്ഫോൺ 799 രൂപയ്ക്ക് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്ത് വാങ്ങിച്ചത്. ഏതാണ്ട് 3-4 കൊല്ലമായി. എൻ്റെ ഇപ്പോഴും സ്റ്റിൽ സാധനം വർക്ക് ചെയ്യാം. ഇപ്പൊ ഇത് ഞാൻ ഉപയോഗിച്ച് ഇതിന്റെ ഒരു അടപ്പ് ഇളവി. അത് മനഃപൂർവ്വം ഇളക്കിപ്പിച്ചതാ. വലിച്ചപ്പോ അത് ഇളവി എന്റെ കയ്യിരിപ്പോണ്ട് പോയതാ. ഇത്രയും വർഷമായിട്ട് ഇതിന്റെ ഈ സാധനം പോകും. അതാണ് കൈ സോണി. പിന്നെ ഹെഡ്സെറ്റ് വെച്ചാലേ ഏട്ടനെ ഒരു 1000 വട്ടം വിളിച്ചാലേ ഏട്ടൻ അറിയൂല. അത്ര അടിപൊളി ഹെഡ്സെറ്റാ. ഇപ്പോഴും ഞാൻ സ്റ്റിൽ അത്ര ക്വാളിറ്റിയാ സോണിയുടെ സാധനങ്ങൾ. എനിക്ക് വേണമായിരുന്നു. എന്താ പറയാ, അമ്പോട്ട് ഉറങ്ങുമ്പോ എനിക്ക് ഇരുന്ന് വീഡിയോസ് ഒക്കെ അവന്റെ അടുത്ത് കിടന്ന് കാണാം. റിയലി ആയി. താങ്ക് യു. ഐ ലവ് യു. ഇത് സത്യം ഞാൻ ഹെഡ്ഫോൺ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഏത് വാങ്ങണം? സോണിയുടെ തന്നെ വാങ്ങത്തുള്ളൂ. ഞാൻ എടുക്കും. ലവ് യു. സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പം അടുത്തായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റത്തിലോട്ട് പോവാണ് കേട്ടോ. 6ാമത്തെ റൗണ്ട് ആയി തോന്നുന്നു. 5 റൗണ്ട് കഴിഞ്ഞ് ഇത് 6ാമത്തെ റൗണ്ട്. എൻ്റെ ഇരിക്കുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ്. ബ്രാൻഡ് ഈസ് മിനിസോ. ഫേസ് മോയ്സ്ചറൈസർ ആണോ? യെസ്. വില 100 രൂപ. സൈസ് ഗ്രാം 3.45 ml. മോയ്സ്ചറൈസർ ഗ്രാമിലല്ലേ വരുന്നത്? അല്ല, ഇതിനകത്ത് ML അല്ലല്ല, സോറി, ഇതിന് മേലുണ്ട് കേട്ടോ. അത് ML അല്ല, അത് മാനുഫാക്ചറിംഗ് ഡേറ്റ് ആയിരുന്നു. സോറി മന്ദ. 25 ഗ്രാം. സൈസ് ഒരു ചെറിയ സാധനോടാ. നമ്മുടെ കോൾഗേറ്റിന്റെ എത്ര വരും? കോൾഗേറ്റ് എന്ന് വെച്ചാൽ അത്രയൊന്നും വരത്തില്ല. ട്യൂബല്ല, ചെറിയൊരു സാധനമാണ്. ശരി, തുറന്നേ, അടപ്പ് തുറന്നേ. ക്ലിപ്പാണോ റൗണ്ടായിട്ട് തിരിച്ചു തുറക്കുന്നതാണോ? ഏത് ക്ലിപ്പാണ്? ശരി, മോയ്സ്ചറൈസർ കയ്യിലെടുത്ത് എടുത്ത് കയ്യിലിങ്ങനെ റബ്ബ് ചെയ്തേ. സ്മെല്ലുണ്ടോ? വാവ്, ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. വരുന്നില്ല? എന്റെ ഗ്രന്ഥിക്ക് എന്തോ പറ്റി. ഇനിയും വേണേ തേച്ചേരാ. വരുന്നില്ല? അത് തോന്നലാന്ന് അറിയില്ല, വിട്ടരാ. അതോടെ എത്ര രൂപ എന്നാ പറഞ്ഞേ? 100 രൂപ. കളർ? ഈ കളറിന്റെ പേരെന്താ? ഗ്രീൻ അല്ലേ? അതില് എന്തോ എഴുതിയേക്കുന്നേ? ദിസ് ഈസ് മിനിസോ മോയ്സ്ചറൈസർ ഗ്രീൻ ടീ. ഓക്കെ, അത് ആ എഴുത്ത് ഏത് കളറിലാ? ഇത് പച്ച കളറാ. എഴുത്തും പച്ച കളർ? എല്ലാം പച്ചയാണ്. ഫുള്ളൊരു പച്ച പയ. അടപ്പ് മാത്രം വെള്ള. തറയിന്നിട്ടേ.
നീ എങ്ങനെ ഇടുന്നത്? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണോ അതോ ഇങ്ങനെ ചരിച്ചാണോ? സ്ട്രെയിറ്റ് ആയിട്ട് ചരിച്ചൊക്കെ ഇടാം. എങ്ങനെയൊക്കെ ഇട്. മതി കഴിഞ്ഞ് ഇയാൾ ഓപ്ഷൻ കുറേ ആയി ഇപ്പോൾ. നിർത്ത്, ഒരു കൺക്ലൂഷനിൽ എത്തങ്ങോട്ട്. നീ ഒരു കടയിൽ കയറി എല്ലാ സാധനവും വാങ്ങിയില്ലേ ഏട്ടാ? പറ. അത് ലൈയാണ്. അല്ല സോറി ട്രൂത്താണ്. തുറന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനമൊക്കെ. അത് ട്രൂത്താ. അതെ, നിനക്ക് കൂടെ പനി വരത്തില്ലേ? അപ്പൊ നീ എവിടെ പോയാലും കയ്യില് ഇത് ഹാൻഡ് സാനിറ്റൈസർ ആണ് കേട്ടോ. ഇത് ട്രൂത്താ. ഏതോ ട്രൂത്താ. ഞാൻ ലൈന്ന് ആദ്യം പറഞ്ഞില്ലേ? ഞാൻ നോക്കട്ടെ, തരാം. ശരി നോക്ക്. അപ്പൊ ഗൈസ്, ആ പോയിന്റും എനിക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീ ഏത് ക്ലാസ്സിന് പോയാൽ കളി പഠിച്ചു? എടാ, എനിക്ക് എവിടുന്ന് ഒരു കോൺഫിഡൻസ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. കള്ളത്തരം പറഞ്ഞാലും ഫുൾ കോൺഫിഡൻസ് പറയണം. അതിലാടാ ഞാൻ സത്യം പറഞ്ഞാലും നമ്മൾ ഫുൾ കോൺഫിഡൻസ് പറയണം. കോൺഫിഡൻസ് ചോരാൻ പാടില്ല. എന്താണെന്നറിയോ? പച്ച കളറ്, ഗ്രീൻ ടീ, അടപ്പ് വെള്ള. ഞാൻ കരുതി മേ ബി ആയിരിക്കും, കാരണം മിനിസോഡ മോയ്സ്ചറൈസർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മേ ബി ആയിരിക്കും, കാരണം നല്ല യൂസ്ഫുൾ അല്ലേ ഇത്? നമുക്ക് പോക്കറ്റിലാക്കി കൊണ്ടുനടക്കാമല്ലോ. ഏഴിനത് യൂസ്ഫുൾ ആണ്, അത്യാവശ്യമാണിത്. എനിക്ക് അത്യാവശ്യം. അതുകൊണ്ടായിരിക്കും ഞാൻ തന്നെ വെച്ചേക്കാം. വെച്ചോ. എനിക്ക് അടുത്ത ലാസ്റ്റ് സാധനം ചിലവിടെ പോരട്ടെ. എൻ്റെ ഒരു മസാജർ ഉണ്ട്. മസാജർ? ഹെഡ് മസാജർ ആണോ ഫുഡ് മസാജർ ആണോ? മൾട്ടിപർപ്പസ് ആണ്. ഓക്കെ. കളർ എന്താണ്? കളറ് വൈറ്റ് ആൻഡ് ഗ്രേ. ഗ്രേ എന്ന് വെച്ചാൽ ഒരു കടുത്ത ഗ്രേ, ബ്ലാക്കും അല്ല. കമ്പനി ഫെർ. യെസ്. അതിന്റെ കൂടെ ഒരു ചാർജർ ഇടിക്കാണല്ലോ മസാജറിന്റെ കൂടെ എന്തായാലും. ഇല്ല, ചാർജർ ഇല്ല. അത് ഇപ്പൊ ഇലക്ട്രോണിക്കലി വർക്ക് ചെയ്യുന്നതല്ല. അല്ല ഇലക്ട്രോണിക്കലി വർക്ക് ചെയ്യുന്നതല്ല. ബാറ്ററി. വില? ബാറ്ററി മീൻസ് നമ്മൾ ടൈപ്പ് എ ബാറ്ററി മാറ്റിയിടുന്ന ടിവിയുടെ റിമോട്ടിന്റെ ഒക്കെ. ഓക്കെ. വില 139. കളർ ഒന്ന് പൊക്കിയിട്ട് തരട്ടെ. എങ്ങനെ പൊക്കി ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഇട്. ബ്രാൻഡ് ഫെർ അല്ലേ? ഐ തിങ്ക് ദിസ് ഇസ് ട്രൂത്ത്. റീസൺ ഡബിൾ എ ബാറ്ററി ആണ്, അതുകൊണ്ടായിരിക്കും കേബിൾ വരാത്ത. പിന്നെ റേറ്റും കുറവാണ്. ഈ പറഞ്ഞ 159 രൂപയുള്ളൂ. ശരിയാ, 159 രൂപയ്ക്ക് ടൈപ്പ് സിയുടെ മീൻസ് അഡാപ്റ്റർ വരേണ്ട ആവശ്യമില്ല. ടൈപ്പ് എ ബാറ്ററി തന്നെ മതി. പിന്നെ ഇട്ടപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, ക്വാളിറ്റി കുറവാണ്. എന്നാ ഞാൻ സത്യം പറയട്ടെ, ഇതിൽ ബാറ്ററി ഇല്ല. ബാറ്ററി ഇല്ല. ഞാൻ ചുമ്മാ നിന്നെ കുഴപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ശരി, എന്നാലും കുഴപ്പമില്ല. ബാറ്ററി ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും, നമ്മൾ ഇടണമായിരിക്കും വീട്ടിൽ കൊണ്ടുവന്നിട്ട്. അല്ല, ബാറ്ററിയും വേണ്ട, ചാർജും കുത്തണ്ട. സോളാറും അല്ല പെണ്ണേ. ബാറ്ററി ഇടുകയും വേണ്ടേ? ഇല്ല, ബാറ്ററിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ എങ്ങനെ വർക്കാവും? ആ കയ്യിലെടുത്ത് വെച്ച് തടവണം. അപ്പൊ അങ്ങനത്തെ ആയിരിക്കാം. ട്രൂത്താണ്, എന്നാലും ട്രൂത്താണ്. ഞാൻ എൻ്റെ ഇതിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഞാൻ കോൺഫിഡൻറ്റ് പോയാണ്. തന്നോളൂ, കുഴപ്പമില്ല. ഒരു പോയിന്റ് അല്ലേ? നീ എവിടോ പോയി ഒന്നിനി ക്ലാസ് അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ നീ എന്തോ ബ്ലാക്ക് മാജിക് ചെയ്ത്. എനിക്ക് എന്താ പറ്റിയതെന്ന് ഞാൻ തോക്കുന്നു. ഞാൻ മാറ്റിക്കളറി ഇതൊക്കെ. ഇതെങ്ങനത്തെ അറിയോ? ഇനി എന്തെന്ന് ബാറ്ററിന്ന് പറയാൻ കാരണം, മേ ബി അങ്ങനെ നീ ഇത് തുറക്കാൻ പറഞ്ഞാൽ എനിക്കിത് തുറന്നിട്ടിടാം, അടക്കാം. പക്ഷെ ഞാൻ നിന്നെ കൊണ്ടൊന്നും ഓപ്ഷൻ എടുത്തില്ല. നീ വിഷമുണ്ടോ? അതുകൊണ്ട് വിഷമമുണ്ട്, കാരണം ഇത് എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇത് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട്. ശരിയാ, ഷാമ്പൂ ഇട്ടിട്ട് സത്ത് എനിക്ക് അങ്ങനല്ല. ഇങ്ങട് ഇത് കോമ്പല്ല, മസാല. നമുക്ക് ഇത് ഷാമ്പൂ ഇട്ടിട്ട് കഴിവാല്ലോ ഇങ്ങനെ. അങ്ങനെ കഴിയാനാ. ലുക്ക് അറ്റ് ദാറ്റ് മൈ ഗിഫ്റ്റ്സ്. രണ്ടെണ്ണം ഒരു കൂട്ട സാധനം നടത്തിയതില് എത്ര? 6, 12. അപ്പം 10 ഏട്ടനും 2 എനിക്ക്. ബഹുഭൂരിപക്ഷത്തിൽ ഞാൻ ഈ കളിയിൽ നീ ഭയങ്കര ബ്രില്യന്റ് ആണ്. ഭയങ്കര കോൺഫിഡന്റ്. എനിക്ക് പാട്ട് കേട്ടോണ്ട് വെടിവെക്കാം. എനിക്ക് കുറെ ഐറ്റം കിട്ടിയിട്ടുണ്ടോ. എനിക്ക് ഡയറി കോണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡയറി കിട്ടിയിട്ടുണ്ട്. പിന്നെ മസാജ് ചെയ്യാനൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഹെഡ്ഫോൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ടിഫിൻ ഇത് ഞാൻ വാങ്ങിച്ചത്. ഇത് ഒക്കെ ഒരു ഡെക്കറേഷൻ. ഈ ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്യുമ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴും പ്രോഡക്റ്റ് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും. പിന്നെ ദിസ് ഇസ് മൈ ഡേ ബാഡ് എന്ന ദിവസമായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നല്ലൊരു ചലഞ്ചായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ചലഞ്ചായിരുന്നു. ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഇനിയും വരാം.
സോ താങ്ക് യു സോ മച്ച്. യു വെൽ ഡൺ. ഓക്കെ റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു. ഓക്കെ താങ്ക് യു. എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അതെനിക്ക് മനസ്സിലാവും നിന്റെ ഒരു പെരുമാറ്റം. അതെന്തിനാണെന്നറിയോ, എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതല്ലേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ എനിക്ക് ഇത് ആവശ്യമായിരുന്നു, ഈ പില്ലോയും ആവശ്യമായിരുന്നു. വേറൊന്നും പോയതിൽ എനിക്ക് വിഷമമില്ല. ടിഫിൻ വിഷമമില്ല. പേന കുഴപ്പമില്ല. എനിക്ക് ഈ 3 ഐറ്റംസ് പോയതിലാണ് വിഷമം. എനിക്ക് ഇത് പോയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. തൊട്ടാ വെട്ടും ഞാൻ. അപ്പൊ അത്രയുള്ള കാര്യം. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയുള്ള വഴി കാണുന്നവരെ ബൈ. ക്യാമറ കളിക്കല്ലേ.